ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേക പഠന വിഷയം റോമലേഖനം. റോമലേഖനത്തിൻ്റെ പഠനത്തിൽ 126 അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 126 അവതരണത്തിൽ നാം വീണ്ടും റോമലേഖനം 6 അധ്യായത്തിൽ തന്നെയാണ്. റോമലേഖനം 6 അധ്യായം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ക്രിസ്തുവിൽ ലഭിച്ച പുതിയ ജീവിതം, വീണ്ടും ജന്മം പ്രാപിച്ച പുതിയ അവസ്ഥ, ഇതെങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നത്? ഇതാണ് 6-7 അധ്യായങ്ങൾ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ വിശുദ്ധീകരണ ജീവിതം. ശിക്ഷാവിധിയെക്കുറിച്ച് കണ്ടു, പിന്നീട് നീതീകരണത്തെക്കുറിച്ച് കണ്ടു. മൂന്നാമത്തെ വാക്ക് വിശുദ്ധീകരണം. അതാണ് റോമലേഖനം 6-7 അധ്യായം. ക്രിസ്തുവിൽ കൃപയാൽ നൽകപ്പെട്ട ലഭിച്ച വിശുദ്ധ ജീവിതം, അത് ജീവിക്കേണ്ടത് എങ്ങനെയാണ്? 6 അധ്യായത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നു. 7 ഈ വിഷയം തന്നെയാണ്. ആദ്യത്തെ 11 വാക്യങ്ങളിൽ നാം വ്യക്തമായി കണ്ടു, ക്രിസ്തുവിൽ ഈ പുതിയ ജീവിതം നാം ജീവിക്കുവാനായിട്ട് നാം ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നാം അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. രണ്ടാമത്, നമ്മുടെ പാപശരീരത്തിന് നീക്കം വന്നു. ശരീരം അവിടെ തന്നെയുണ്ട്, പക്ഷെ അതിൻ്റെ പ്രകൃതിക്ക് മാറ്റം വന്നു, കാരണം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടതുകൊണ്ട്. മൂന്നാമത് നാം അറിയേണ്ടത്, പാപത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചിരിക്കുന്നു. തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ 6 അധ്യായത്തിൽ 8 മുതൽ 11 വരെ പറഞ്ഞു, നാം നമ്മെ കാണേണ്ട വിധം, നമ്മെ എണ്ണേണ്ടത് എങ്ങനെയാണ്? ഒന്നാമത്, നാം പാപസംബന്ധമായി മരിച്ചവർ. പാപസംബന്ധമായി മരിച്ച, എനിക്കിനി പാപത്തോട് കടപ്പാടൊന്നുമില്ല. അബദ്ധങ്ങൾ പറ്റാം, പക്ഷേ പാപത്തോട് ഈ കടപ്പാടൊന്നുമില്ല. അപ്പോൾ പാപസംബന്ധമായി മരിച്ചവർ, അതൊരു വശം. മറുവശം ദൈവത്തിനായി ജീവിക്കുന്നവർ. ഇത് നമ്മളിങ്ങനെ നമ്മളെ തന്നെ കാണണം എന്ന് വ്യക്തമായി പറഞ്ഞു. തുടർന്ന് 12-13 വാക്യങ്ങൾ വളരെ സുപ്രധാനമായി നാം നമ്മെ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. എങ്ങനെ അരുത്? അനീതിയുടെ അവയവങ്ങളായി നമ്മുടെ ശരീരത്തെ സമർപ്പിക്കരുത്, ഉപയോഗിക്കരുത്. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തിന് വിരോധമായി ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന വിധത്തിൽ നമ്മുടെ ശരീരത്തെ, ശരീരം വെറും ശരീരം മാത്രമല്ല, മനസ്സ്, ചിന്ത, വിചാരം, ആഗ്രഹം, മനോഭാവം, താല്പര്യം എല്ലാം, നമ്മുടെ മൊത്തം മുഴുവൻ മനുഷ്യൻ അനീതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന് പകരം നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കണം. ഇതാണ് 12-13 വാക്യങ്ങളിൽ കണ്ടത്. ഇപ്പം 12 മുതൽ 14 വരെ നമ്മൾ ചിന്തിച്ച ഈ സുപ്രധാന വിഷയത്തെ ഒരിക്കൽ കൂടി ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു ന്യായമായ ഉപസംഹാരം, അതായത് ദൈവജനവും ക്രിസ്തുവും തമ്മിലുള്ള ഐക്യത, ദൈവജനവും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം, അതാണ് വിശുദ്ധ ജീവിതത്തിൻ്റെ കാതൽ. വിശുദ്ധ ജീവിതം ആർക്കെങ്കിലും ജീവിക്കാൻ കഴിയണമെങ്കിൽ വെള്ളവസ്ത്രം ധരിച്ചതുകൊണ്ടല്ല, ക്രിസ്തുവുമായുള്ള ആഴമുള്ള ഒരു ആത്മബന്ധം, അതാണ് ഇവിടെ സംഭവിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള 16 കാര്യങ്ങൾ ഒന്ന് അവലോകനം ചെയ്യുകയാണ്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ 6 അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 16 കാര്യങ്ങൾ. ആദ്യമായിട്ട് 12-ാം വാക്യത്തിൽ നമ്മൾ തുടങ്ങിയാൽ അതിങ്ങനെ പറയും, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത് എന്ന് തുടങ്ങുകയാണ്. ആകയാൽ എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പാപം നിങ്ങളുടെ ഈ ശരീരത്തിൽ, മർത്യ ശരീരത്തിന്മേൽ ഇനി വാഴരുത്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ പാപം വീണ്ടും വാഴാൻ കാത്തു കിടക്കുകയാണെന്നുള്ളത് സാരം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദൈവ പൈതൽ പാപസംബന്ധമായി മരിച്ചവനാണ്. പക്ഷെ അതേ സമയത്ത് നാം തിരിച്ചറിയണം, പാപം മരിച്ചിട്ടില്ല. പാപം നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട്, നമ്മളായിരിക്കുന്ന വീട്ടിൻ്റെ സമീപത്തുണ്ട്, മുറിയിലുണ്ട്, മൂലയ്ക്കുണ്ട്, നമ്മുടെ ചുറ്റു പരിസരത്ത് തന്നെ അടുത്ത് നിൽപ്പുണ്ട്. പാപം വാതൊക്കെ കിടക്കുകയാണ്. നാം പാപസംബന്ധമായി മരിച്ചുവെങ്കിലും പാപം മരിച്ചിട്ടില്ല. പലരുടെ വിചാരം നാം പാപസംബന്ധമായി മരിച്ച് സ്നാനപ്പെട്ടപ്പോൾ ഭൂമിയിൽ നിന്ന് പാപമെല്ലാം പോയെന്നാണ്. ഇല്ല, ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുടെ, നമ്മുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന വ്യക്തിയിലൂടെ ചിലപ്പോൾ വീണ്ടും അത് അകത്ത് കയറാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് പൗലോസ് ഈ ഒരു താക്കീത് നൽകുന്നത്. മൂന്നാമതായിട്ട്, ദൈവമക്കൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട അവർ ജാഗ്രതയുള്ളവരായിരിക്കണം. പാപത്തിനെതിരെ ഉണർന്നിരിക്കണം, പാപത്തിനെതിരെ പോരാടണം. ബൈബിൾ അനേക വേദഭാഗം നമുക്ക് കാണാൻ സാധിക്കും. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 12-13 വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ, ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴി ഉണ്ടാക്കും. സാത്താൻ പലതരത്തിൽ നമ്മളെ പ്രകോപിപ്പിക്കും. പക്ഷെ ദൈവം വിശ്വസ്തനാണെന്ന് മറക്കരുത്. കൂടാതെ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വാക്യങ്ങളിലും ഈ വിഷയത്തിലുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിഷയം പാപത്തോട് ജാഗ്രത കാണിക്കുക,
പാപം സമീപത്തുണ്ട്, വാതുക്കലുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ഉണർന്നിരിക്കുക. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുവീൻ. ഇതെപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കണം. 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഊരിക്കളയരുത്. അവിടെ വ്യക്തമായിട്ട് സർവായുധവർഗം എന്തെന്ന് താഴോട്ട് പറയും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്ര എന്നൊക്കെ വ്യക്തമായി പറയും. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചേൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. ഗലാത്യർക്ക് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസിന് അവിടെയും പ്രബോധിപ്പിക്കാനുള്ളത്, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരമായി നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവ് യഥാസ്ഥാനപ്പെടുത്തുവീൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. അപ്പോൾ സൂക്ഷിക്കണം എന്നുള്ളത് വളരെ ആവശ്യമാണ്. എബ്രായ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 18 വരെ നിങ്ങൾ വായിച്ച് 12-13 തൽക്കാലം ഒന്ന് വായിക്കുക. എബ്രായ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം. എബ്രായ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ ഇങ്ങനെ പറയും: സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് സഹോദരന്മാരെ എന്ന് വിളിച്ചാണ് പറഞ്ഞത്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പം നോക്കുവിൻ. നിങ്ങളിൽ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്ത് നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവീൻ. പാപം ചതിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഒറ്റ രക്ഷയുള്ളതിനകത്ത് എന്താണ്? അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുക, ദൈവനത്താൽ സുരക്ഷിതരാകുക. അല്ലാതെ വേറെ മാർഗ്ഗമില്ല. യാക്കോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 19-20 വാക്കുകളിൽ യാക്കോബ് എന്താ പറഞ്ഞത്? സഹോദരന്മാരെ, ഇതെല്ലാം ദൈവമക്കളോടാണ് പറയുന്നത്. വീഴാതിരിക്കാൻ നോക്കണം, തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും, നിങ്ങളിൽ ഒരുവൻ, സഹോദരന്മാരെ എന്ന് വിളിച്ചിട്ടാണ്, സത്യം വിട്ട് തെറ്റിപ്പോകും, രക്ഷ കൈവിട്ടു പോകും. സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഉള്ളത് യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ഇവിടെ യോഹന്നാൻ എന്താ പറയുന്നത്? യോഹന്നാൻ വ്യക്തമായിട്ട് പറഞ്ഞു, സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്. ചില സഹോദരങ്ങൾ പാപം ചെയ്ത് ആത്മീക മരണത്തിലകപ്പെടും, രക്ഷ നഷ്ടപ്പെടും. മരണത്തിനുള്ള പാപമുണ്ട്. ആത്മീക മരണത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഏത് അനീതിയും പാപം തന്നെ, മരണത്തിനല്ലാത്ത പാപമുണ്ട് താനും. അപ്പോൾ വ്യക്തമാണ് 3-ാമത് പൗലോസിൻ്റെ ആഹ്വാനം. 4-ാമത്, മനുഷ്യൻ, ശ്രദ്ധിക്കുക, മനുഷ്യൻ വിശ്വാസത്താൽ ദൈവത്തോട് നീതീകരിക്കപ്പെട്ടവൻ മനുഷ്യൻ്റെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് എടുത്തു കളഞ്ഞിട്ടില്ല. കർത്താവ് യേശുവിൽ വിശ്വാസമർപ്പിച്ച് ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ദൈവം മനുഷ്യർക്കുള്ള ഈ കഴിവ്, സ്വതന്ത്രമായി ധാർമ്മികമായി തീരുമാനമെടുക്കാനുള്ള കഴിവ് എടുത്തു കളഞ്ഞിട്ടില്ല. അത് വിശുദ്ധീകരണത്തിൻ്റെ കാര്യത്തിലും ദൈവം നമ്മളോട് പറയും, നിങ്ങളത് ഉപയോഗിക്കണം. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ആത്മീയ വിശുദ്ധിക്ക് വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുക, വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതിനെ കളങ്കപ്പെടുത്തുന്ന, മലിനപ്പെടുത്തുന്നതായ ചിന്താഗതികൾ, സ്വാധീനങ്ങൾ, പ്രകോപനങ്ങൾ, പ്രലോഭനങ്ങൾ വിട്ടുനിൽക്കുക. നീ തീരുമാനിക്കണം. അതിനുള്ള കഴിവ് നിനക്കുണ്ട്. നീ തീരുമാനിക്കണം. നിൻ്റെ കൈ കൊണ്ട് അഴുക്കിൽ പിടിക്കണോ വേണ്ടയോ എന്ന്. അഴുക്ക് പുരണ്ടാൽ കഴുകേണ്ട ആവശ്യകത നീ തീരുമാനിക്കണം. നമ്മളിലുള്ള കഴിവ് എടുത്തു കളഞ്ഞിട്ടില്ല. ഇപ്പം പാപത്തിൻ്റെ ശക്തിയും പാപത്തിൻ്റെ പരിശീലനം നമ്മുടെ ചുറ്റിലുമുണ്ട്. ഇപ്പം പല മനുഷ്യരുടെ ചിന്താഗതി, മതപരമായ ലോകത്തിൽ പലതരത്തിലുള്ള ദുരുപദേശങ്ങളുണ്ട്. അപ്പോൾ അവിടെ മർത്യ ശരീരം എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും മൊത്തം മനുഷ്യനാണ് ഉദ്ദേശിക്കുന്നത്. വെറും ഈ ശരീരം മാത്രമല്ല, വെറും ശരീരത്തെക്കുറിച്ച് മാത്രമല്ല, മർത്യ ശരീരം എന്ന് പറയുമ്പോൾ മുഴുവൻ മനുഷ്യനെക്കുറിച്ചാണ്. അതാണ് റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയും കണ്ടത്. നിങ്ങളെ മുഴുവൻ എന്നർത്ഥമാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായം 13-14 വാക്കിൽ പത്രോസ് ഇങ്ങനെ പറയും: നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കാൻ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങൾ ഓർമ്മിപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. ഓർമ്മിപ്പിച്ചുണർത്തുകയാണ് പത്രോസ്. കാരണം ഇതൊരു കൂടാരമാണ്. ഈ കൂടാരത്തിലിരിക്കുമ്പോൾ ഓർമ്മിപ്പിച്ചുണർത്തുകയാണ്, വളരെ ആവശ്യമാണ്. എന്നിട്ട് പത്രോസ് പറയും, നിങ്ങൾ എപ്പോഴും ഓർത്തുകൊള്ളണം. അതുകൊണ്ട് നമ്മൾ കൈവിട്ട് പോകരുത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതുന്ന സമയത്ത് കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 6 മുതൽ 9 വരെ പറഞ്ഞു: ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ കർത്താവിനോടാകുന്ന പരദേശികളായിരിക്കുന്നു അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്തിലത്രയും ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങളവനെ പ്രസാദിപ്പിക്കുന്നതാകുന്നു. അപ്പോൾ ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ഏക ലക്ഷ്യം കർത്താവിനെ പ്രസാദിപ്പിക്കണം. വെറും ശരീരത്തെക്കുറിച്ച് മാത്രമല്ല, സകല വിഷയങ്ങളും അതിൽ ഉൾപ്പെടുന്നു. 1 തെസ്സലോനിക്കർ 5:23 കർത്താവ് നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ്,
നമ്മുടെ പൂർണ്ണ മനുഷ്യൻ, സമ്പൂർണ്ണ മനുഷ്യൻ്റെ വിശുദ്ധീകരണമാണ് ആഗ്രഹിക്കുന്നത്. അല്ല, ശരീരം എപ്പോഴും കഴുകി കുളിച്ച് 4 നേരം 5 നേരം കുളിച്ച് തയ്യാറായി വെള്ളയും ധരിച്ച് ഇരിക്കണമെന്നല്ല. ആത്മാവും ഹൃദയവും എല്ലാം ക്രമീകരിക്കണം. വളരെ ആവശ്യമാണ്. അത് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. 5-ാമതായിട്ട് സാധാരണ പ്രചാരത്തിലിരിക്കുന്ന ഒരു ചിന്താഗതി വിശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ ഹോളിനെസ് ചർച്ചസ് എന്ന് പറയും ചില സഭകൾ, മനുഷ്യനിർമ്മിതങ്ങളാണ് ആ സഭകൾ പഠിപ്പിക്കുന്നത്. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മനുഷ്യൻ പാപം ചെയ്യില്ല, കുറ്റമറ്റൊരു ജീവിതത്തിലേക്കാണ്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ, ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട വ്യക്തി പിന്നെ ഒരിക്കലും പാപം ചെയ്യില്ല, ഒരിക്കലും പാപം ചെയ്യില്ല. കുറ്റമറ്റ പാപരഹിതമായൊരു പൂർണ്ണത മനുഷ്യന് സാധ്യമാണ് ക്രിസ്തുവിൽ വരുമ്പോൾ. ദുരുപദേശമാണ്, തെറ്റാണ്. ബൈബിൾ ശരിക്കും പഠിച്ചാൽ ഈ താക്കീതുകളും മുന്നറിയിപ്പുകളും ഉദാഹരണങ്ങളും ദൈവം പിന്നെ എന്തിനാണ് തന്നത്? കുറ്റമറ്റൊരു ജീവിതം ഈ ശരീരത്തിൽ സാധ്യമല്ല. അതിനിടയിൽ സാത്താൻ പിന്നെ ഭൂമിയിൽ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. ദൈവമക്കളുടെ ഇടയിലാണ് അവൻ പ്രവർത്തിക്കുന്നത്. അവിടെ ഇടയിൽ പ്രവർത്തിക്കില്ല. അനന്യാസ് സഫീറയൊന്നും ഉണ്ടാകില്ല. ഹുമനിയോസും അലക്സാണ്ടർ ദേമാസും ഒന്നും ഉണ്ടാകില്ല. ശീമോൻ ഉണ്ടാകില്ല, ആഭിചാരക്കാരൻ. സാത്താൻ ദൈവമക്കളുടെ ഇടയിലാണ് ശക്തമായി പ്രവർത്തിക്കുന്നത്. തൻ്റെ പിടിവിട്ടു പോയവരെ തിരിച്ചു പിടിക്കുകയാണ് അവൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ ഒരു ചിന്താഗതി തെറ്റായൊരു ചിന്താഗതിയാണ്. ദൈവമക്കളായി തീർന്നാൽ പിന്നെ ഒരിക്കലും പാപത്തിലേക്ക് ഒരിക്കലും ദൈവം ഇതിൽ വീഴില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രധാനമായിട്ട് റോമലേഖനത്തിൽ പറയുന്നത് അബദ്ധവശാൽ വല്ലപ്പോഴും സംഭവിക്കുന്ന സാധ്യതയുള്ള പാപത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചാണ് പൗലോസ് സംസാരിച്ചത്. അല്ലാതെ പാപം ജീവിത ശൈലിയായി മാറ്റിയവരെക്കുറിച്ചല്ല. മർത്യശരീരത്തിൽ പാപം വാഴരുത് എന്നൊക്കെ പൗലോസ് താക്കീത് തരുമ്പോൾ, പ്രബോധിപ്പിക്കുമ്പോൾ, അബദ്ധവശാൽ സംഭവിക്കാൻ സാധ്യതയുള്ള പാപം ജീവിത ശൈലിയായി തുടരുന്നവർ രക്ഷിക്കപ്പെട്ടവരല്ല. വെള്ളത്തിൽ മുങ്ങി ശരീരം നനഞ്ഞു കാണാം. പാപം ജീവിത ശൈലിയായി, പാപത്തോടുള്ള താല്പര്യം വിട്ടുപോകാതെ അതിൽ തന്നെ തുടരുന്നവർ, വീണ്ടും അതിൽ തന്നെ ജീവിക്കുന്നവർ പാപത്തിൽ മോചനം പ്രാപിച്ചിട്ടില്ല. ഗലാത്യലേഖനം 6-ാം അധ്യായം 1-2 വാക്യം നമ്മൾ വായിച്ചു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 5 മുതൽ 2-ാം അധ്യായം 2 വരെ വെളിച്ചത്തിൽ വസിക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ കൽപ്പന കാണാം. വെളിച്ചത്തിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ സകല പാപങ്ങളും പൊക്കി ശുദ്ധീകരിക്കും. എന്നുള്ളത് എന്തിനാണ് ഞാൻ എഴുതിയത്? കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ എഴുതി. അഥവാ അബദ്ധവശാൽ പാപം ചെയ്താൽ നീതിമാനായ യേശു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അതിനെയാണ് യോഹന്നാൻ 3-ാം ലേഖനം 3-ാം അധ്യായം 1 യോഹന്നാൻ 3-ാം അധ്യായം 4 മുതൽ 10 വരെ, 1 യോഹന്നാൻ 5-ാം അധ്യായം 16-18 വരെ. 7-ാമതായി നമ്മൾ കാണുന്നത് പാപം ഒരു ജീവിത ശൈലിയായി കൊണ്ട് നടക്കരുത് ദൈവമക്കൾ. അതിനെതിരെയാണ് ഈ താക്കീത്. ജീവിതശൈലി സ്വഭാവമായി തുടരരുത്. അതായത് മനഃപൂർവ്വം പാപം ജീവിതത്തിൽ അനുവദിക്കരുത്. ചെയ്യുന്ന പാപമാണ്, പക്ഷേ അനുവദിച്ചു കൊടുക്കുന്നു. അത് അബദ്ധമല്ല. മനഃപൂർവ്വം ചെയ്യുകയാണ്, പാപമാണ് ചെയ്യുന്നതെന്നറിയാം. ഇത് പാപമാണ്, തെറ്റാണ്, ദൈവവചന വിരോധമാണ് എന്നറിയാം. അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്. അങ്ങനെയുള്ളവർക്ക് മാനസാന്തരപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അബദ്ധവശാൽ സംഭവിക്കാം. ദൈവം ക്ഷമിക്കും ആ പാപത്തെക്കുറിച്ച് മാനസാന്തരപ്പെട്ടാൽ. പക്ഷെ മനഃപൂർവ്വം ചെയ്താൽ പാപത്തിൻ്റെ ആ ശക്തി നമ്മളെ പിടികൂടും. അതിൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും മാലിന്യത്തിൽ നിന്നും അതിൻ്റെ പരിശീലനത്തിൽ നിന്നാണ് നമ്മളെ സ്നാനത്തിലൂടെ വിടുവിച്ചത്. പാപത്തിൻ്റെ ശക്തി, പാപത്തിൻ്റെ അഴുക്ക് അല്ലെങ്കിൽ കളങ്കം, പാപത്തിൻ്റെ പരിശീലനം, അത് നമ്മളെ വിടുവിച്ചവരാണ്. പക്ഷേ പാപം നമ്മുടെ ചുറ്റും ഇങ്ങനെ കാത്തു കിടക്കും. നമ്മൾ നേരത്തെ കേട്ടു, പാപം മരിച്ചിട്ടില്ല, പാപം ലോകത്തിലുണ്ട്, ദുഷ്ടം ഭൂമിയിലുണ്ട്. അവൻ്റെ നടുവിലാണ്, യുദ്ധക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പലതരത്തിൽ നമ്മളെ സമീപിക്കും. കർത്താവ് യേശുവിനെ പോലും വെറുതെ വിട്ടില്ല, കല്ലപ്പമാക്കാൻ പറഞ്ഞതുപോലെ. ഇപ്പോൾ നമ്മുടെ ചുറ്റും പരീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷെ നമുക്കൊരു തീരുമാനം ഉണ്ടാകണം. നമ്മുടെ കഴിവ് നഷ്ടപ്പെട്ടിട്ടില്ല. തീരുമാനമെടുക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിവ്, യോഗ്യത നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ ശരിക്കും തീരുമാനമെടുക്കണം. ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി ഇത് നാളെ ഒരു സ്വഭാവമായി മാറും, പിന്നെ എനിക്ക് ആത്മീയമായ താല്പര്യം കുറയും, വചനം പഠിക്കാൻ പറ്റില്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ജീവിക്കാൻ. ഇപ്പോൾ ലോകത്തിൽ ഈ വിശുദ്ധമായ ജീവിതം ക്രിസ്തുവിൽ ജീവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 2 എതിർവശങ്ങളുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് അവർ കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ ശക്തിയും പൂർണ്ണമായി നിഷേധിച്ച് ജീവിക്കുന്നവരുണ്ട്. അവർക്ക് തീഷ്ണമായ ഒരു അളവും അതിരുമില്ലാത്ത പാപജീവിതം ജീവിക്കുന്നവർ. കർത്താവിനെക്കുറിച്ചോ കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചോ യാതൊരുവിധ ബഹുമാനമില്ലാതെ ഒരു വശത്ത്. മറുവശത്ത് ജീവിക്കുന്നവരെങ്ങനെയെന്നറിയാമോ? അവർ പറയുന്നത് ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ കുറ്റമറ്റ നിഷ്കളങ്കമായി ഇനി ഒരിക്കലും പാപം സംഭവിക്കില്ല, ഇനി ഞാൻ ഒരിക്കലും പാപം ചെയ്യില്ല, ഞാൻ ക്രിസ്തുവിലാണ്, എനിക്കൊരു പാപവും ഇനി ചെയ്യാൻ പറ്റില്ല. അവർ
പാപത്തിൻ്റെ സാന്നിധ്യവും പാപത്തിൻ്റെ ശക്തിയും പൂർണ്ണമായി നിഷേധിക്കും. പാപത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അവർക്കറിയില്ല. ആ പറയുന്നത് തന്നെ അവർ പാപത്തിൻ്റെ കീഴിലാണെന്നുള്ളതിൽ തെളിവാണ്. കാരണം ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും പാപം ചെയ്യാൻ പറ്റില്ല. പാപം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ആഗ്രഹിച്ചാൽ പോലും ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും തെറ്റാണ്. ശരിക്കും വചനപ്രകാരമുള്ള നില എന്താണ്? വിശ്വാസ ജീവിതം, കാഴ്ചയിലല്ല വിശ്വാസത്തിൽ. വചനപ്രകാരം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ നമുക്ക് ചുറ്റും ലോകത്തിൽ പാപത്തിൻ്റെ സാന്നിധ്യവും പാപത്തിൻ്റെ ശക്തിയുണ്ടെന്നും ഈ വിശ്വാസിക്ക് ബോധ്യമുണ്ട്. പാപത്തിന് ശക്തിയുണ്ട്, പാപത്തിൻ്റെ സാന്നിധ്യം ചുറ്റിലുമുണ്ട്, ദുഷ്ടലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ബോധ്യം ക്രിസ്തുവിലുള്ള ഒരു ദൈവ പൈതലിനുണ്ട്. അവൻ ജാഗ്രതയോടെ കണ്ണു തുറന്ന് ഉറക്കമുളർന്ന് അവൻ ഉണർന്നിരിക്കും. ഏത് വഴിക്കാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല, ആരിലൂടെ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവൻ ഈ പാപത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും വിശ്വസിക്കുകയും ബോധ്യപ്പെടുകയും മാത്രമല്ല, കർത്താവ് യേശുവിൻ്റെ സാന്നിധ്യവും ക്രിസ്തുവിൻ്റെ ശക്തിയും താൻ ആശ്ലേഷിക്കും. ക്രിസ്തുവിൽ മറഞ്ഞു നിൽക്കും, ക്രിസ്തുവിനെ ധരിച്ചു നിൽക്കും, ക്രിസ്തുവിൻ്റെ ശക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കും. തനിക്ക് കഴിവില്ല, താൻ ബലഹീനനാണെന്നുള്ള തിരിച്ചറിവുണ്ടാകും. ഇതാണ് വിശ്വാസം, ഇതാണ് വചനപ്രകാരമുള്ള നിലപാട്. അല്ലാതെ യാതൊരു നിയന്ത്രണമില്ലാതെ, ക്രിസ്തുവിനെക്കുറിച്ച് യാതൊരു തിരിച്ചറിവില്ലാതെ അവഗണിച്ച് തള്ളിക്കളഞ്ഞ് പാപത്തെ മുഴുകിക്കിടക്കുന്നൊരവസ്ഥ ഒരു വശത്ത്, ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇനി പാപം സംഭവിക്കില്ല എന്ന ദുരുദ്ദേശം മറുവശത്ത്. വചനപ്രകാരം കൃത്യമായി പഠിപ്പിക്കുന്ന റോമലേഖനം 6 ആദ്യത്തെ 21 വാക്യവും യോഹന്നാൻ്റെ 1 ലേഖനം 2 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്നത്. ഇവിടെ റോമലേഖനത്തിൽ പൗലോസ് പറഞ്ഞു 6 അധ്യായത്തിൻ്റെ 1 മുതൽ 23 വരെ. നമുക്ക് യോഹന്നാൻ ലേഖനത്തിൽ 2 വാക്യങ്ങളൊന്ന് വായിക്കാം. അവിടെ എന്താ പറയുന്നത്? എൻ്റെ കുഞ്ഞുങ്ങളെ, ദൈവ മക്കൾക്കാണ് ഈ ലേഖനം എഴുതുന്നത്. യോഹന്നാൻ അവരെ അഭിസംബോധന ചെയ്തതിൻ്റെ കുഞ്ഞുങ്ങളെ, ദൈവമക്കളോടാണ് പറയുന്നത്. നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ, പാപം നിങ്ങൾ സംഭവിക്കാതിരിക്കാൻ പാപം ചെയ്യാതിരിക്കണം. പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതി. എന്തുകൊണ്ട് അങ്ങനെ എഴുതിയത്? നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഉണർന്നിരുന്നെങ്കിൽ, ജാഗ്രതയില്ലെങ്കിൽ പാപം ചെയ്യും. അത് ദൈവത്തിനറിയാം, ദൈവാത്മാവിനറിയാം. അതുകൊണ്ട് ദൈവമക്കളോട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് എഴുതുന്നു. അതിനാണ് നമ്മൾ ഈ പെടാപാട് പെടുന്നത്. ആരും പാപം ചെയ്യരുത്. എന്നാലും ചിലരുടെ ഉള്ളിലുള്ള മോഹം കിടക്കുന്നതുകൊണ്ട് അവർ സമയം കിട്ടിയാൽ, അവസരം കിട്ടിയാൽ, സൗകര്യം കിട്ടിയാൽ പാപത്തിലേക്ക് കൈ നീട്ടും. എന്നിട്ട് യോഹന്നാൻ പറഞ്ഞു, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിൽ, അബദ്ധവശാൽ ഒരു പാപത്തിൻ്റെ വഴിയിൽ വീണുപോയാൽ, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. പാപം ചെയ്തുവെന്ന് ബോധ്യമെന്ന ഓടി വരിക യേശുവിൻ്റെ അടുക്കൽ. നിനക്ക് വേണ്ടി ഒരാളുണ്ട് നിന്നെ സഹായിക്കാൻ. നിൻ്റെ കേസ് ഏറ്റെടുക്കാൻ വിജയിക്കുന്ന വ്യക്തിയാണത്. ആ വ്യക്തിയുടെ അടുക്കലേക്ക് ഓടി വരാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പാപത്തിൽ തുടരരുത്, പാപം ചെയ്യരുത്, പാപത്തിൽ ജീവിക്കരുത്. റോമലേഖനത്തിൽ പാപം വാഴരുത്. റോമലേഖനം 6:14. ഇപ്പോൾ 12 പാപം വാഴരുതെന്ന് പറഞ്ഞു. 14 നിങ്ങളിൽ കർത്തൃത്വം നടത്തരുത്. റോമർ 6:17 നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരാകരുത്. ഇനി അതിലേക്ക് വീണ്ടും അടിമയാകരുത്. അപ്പോൾ അത് അടിമയാകാൻ സാധ്യതയുണ്ട്. പാപം നമ്മിൽ കർത്തൃത്വം നടത്താൻ സാധ്യതയുണ്ട്. പാപം നമ്മിൽ വാഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതാക്കിയത്. അപ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ കഴിവുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. വാതിലടയ്ക്കണം, കുറ്റിയിടാതിരിക്കരുത്. അകത്ത് തള്ളിക്കയറിങ്ങി വരും. നമ്മൾ കുറ്റിയിടാതിരുന്നിട്ട് പാപത്തെ പഴി പറയരുത്. അപ്പോൾ 8ാമതായിട്ട് പാപം നമ്മളിൽ വാഴരുത്. രാജാവായി, നമ്മുടെ മേൽ യജമാനനായി പാപം ഒരു ദൈവത്തിൻ്റെ മേൽ വാഴരുത് എന്നാണ് റോമലേഖനത്തിൽ പറയിപ്പിക്കുന്നത്. നമ്മളിൽ പാപം വാഴുകയും എന്നിട്ട് മറ്റുള്ളവരോട് പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നിടത്ത് യാതൊരു അർത്ഥവുമില്ല. ഇപ്പോൾ ദൈവമക്കളെ സംബന്ധിച്ച് പാപസംബന്ധമായി മരിച്ചവരാണ്, അവർ ഈ പാപത്തിന് അടിമകളല്ല. റോമലേഖനം 6:2, 8, 9, 10, 11 വാക്യങ്ങൾ ഇതാണ് പഠിപ്പിച്ചത്. ഒമ്പതാമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് നമ്മൾ ഉപസംഹാരത്തിലാണ്. 16 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ 9ാമതായിട്ട് മനുഷ്യൻ്റെ മർത്യശരീരം എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. അത് പാപത്തുള്ള ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പാപവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. മർത്യശരീരം, മരിക്കുന്ന ഈ ശരീരം, ഈ മർത്യശരീരത്തിൽ പാപം വാഴരുതെന്നാണ് പൗലോസ് പറയുന്നത്. 10ാമതായി മർത്യശരീരം എന്ന് പറയുന്നത് ജഡവുമായി തെറ്റിദ്ധരിക്കരുത്. ജഡമെന്ന വാക്കും മർത്യശരീരം എന്ന വാക്ക് രണ്ടാണ്. മനുഷ്യൻ്റെ ജഡം അതിൽ തന്നെ തിന്മയല്ല. ജഡമുള്ളത് കൊണ്ട് തിന്മ. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു, വചനമായ ക്രിസ്തു ജഡം ധരിക്കില്ല.
ജഡം തിന്മയാണെങ്കിൽ, ജഡം എന്ന് പറയുന്നത് തന്നെ തിന്മയാണെങ്കിൽ ഒരിക്കലും യേശു ജഡത്തിൽ വരില്ല. യവന തത്വചിന്തകളിലും ചില കിഴക്കൻ മതങ്ങളിലും ജഡം തിന്മയാണ്, ദൈവത്തിന് ജഡം ധരിക്കാൻ പറ്റില്ല എന്ന ചിന്താഗതിയുണ്ട്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ദൈവമല്ല. കാരണം ദൈവത്തിന് ഒരിക്കലും ജഡത്തിൽ വരാൻ പറ്റില്ല, ജഡം തിന്മയാണ് എന്ന ചിന്താഗതി. ജ്ഞാനവാദികളുടെ ഇടയിലും ആ ചിന്താഗതികളുണ്ട്. ഇപ്പം ജഡം അതിൽ തന്നെ തിന്മയല്ല. ഇപ്പോൾ ഭൗതിക ശരീരം എന്ന് പറയുന്നത് ഈ ശരീരം ഉപയോഗിച്ചുള്ള നീതിയുടെ ആയുധങ്ങളാകാം. ശരീരത്തിൽ നമുക്ക് കർത്താവിനെ ശുശ്രൂഷിക്കാം. നമ്മുടെ വാ കൊണ്ട് ദൈവത്തെ വിശുദ്ധനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ വചനങ്ങളെ സംസാരിക്കാം. ശരീര അവയവങ്ങൾ ദൈവത്തിനെ ശുശ്രൂഷിക്കാൻ ഉപയോഗിക്കുക. അതാണ് പൗലോസ് റോമർ 6 പഠിപ്പിച്ചത്. 6:13-19 വാക്യങ്ങളിൽ നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ. 12:1 റോമലേഖനത്തിൽ പൗലോസ് എന്താ പറഞ്ഞത്? ഇതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം 12-ാം അധ്യായത്തിൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പീൻ. ശരീരം തെറ്റല്ല. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞു. അതിൻ്റെ 19-20 ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകും നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ താങ്താങ്ങൾക്കുള്ളവരല്ലെന്നും അറിയുന്നില്ലയോ? അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അതേ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 25-27 പൗലോസ് പറഞ്ഞു, അംഗം പൊരുന്നവനൊക്കെ സകലത്തിലും വർജനമാചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നു, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല മുഷ്ടിയുദ്ധം നടത്തുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കുളരുതാത്തവരായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി എത്രയും ചെയ്യുന്നത്. ശരീരത്തിന്മേൽ നിയന്ത്രണം വേണം. നമ്മൾ സ്വയം ശ്രദ്ധിക്കണമത്. അധികം നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ലാത്ത ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ നോക്കരുത്. അധികം കേൾക്കാൻ പാടില്ലാത്ത വിഷയങ്ങൾ കേൾക്കരുത്. നമ്മുടെ ബന്ധുവാകാൻ, ചാർച്ചക്കാരൊക്കെ ഇഷ്ടപ്പെട്ട ആളാകാം. വീട്ടിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ പായസവും ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പറയുന്ന മുഴുവൻ കേട്ടുകൊണ്ടിരിക്കരുത്. നമുക്ക് നമ്മളെക്കുറിച്ച് ബോധമില്ലാഞ്ഞിട്ടാണ്. ഈ കേൾക്കുന്നത് നമ്മൾ ക്രിയ ചെയ്യും. കേൾക്കാൻ നിന്നതുകൊണ്ടാണ് ഹവ്വയ്ക്ക് അബദ്ധം പറ്റിയത്. കേൾക്കാതിരുന്നെങ്കിൽ ഹവ്വയും ആദാമും ഈ അബദ്ധത്തിൽ വീഴില്ലായിരുന്നു. കേൾക്കാൻ എന്തിനു നിന്നു? അതാണ് വലിയ പ്രശ്നമായി അവിടെ കണ്ടത്. 1 തെസ്സലോനിക്കർ 5:23 നമ്മളെ മുഴുവൻ ശുദ്ധീകരിക്കണം. മുഴുവൻ. ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ബാക്കി നമുക്ക് നാളെ തുടരാം. 11-ാമത്, ഈ ജഡമെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു തെറ്റായൊരു ആശയം അതിനകത്ത് താനേയുണ്ട്. ജഡമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു തെറ്റായ നെഗറ്റീവായിട്ടൊരു ചിന്ത അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പിശാച് എപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മുടെ ജഡത്തെയാണ്. ജഡത്തിൻ്റെ വികാരങ്ങൾ, ഇച്ഛകൾ, മോഹങ്ങൾ, താല്പര്യങ്ങൾ, അതിന് തൃപ്തി വരാതെ കിടക്കുന്ന പല അവസ്ഥകളുണ്ട്. അതിനെ പറഞ്ഞു മോഹിപ്പിക്കും, കാണിച്ച് മോഹിപ്പിക്കും. ഇപ്പം ജഡമെന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ഒരു തിന്മയുടെ ഒരു ചെറിയ ലാഞ്ചന, ചെറിയ സൂചന അതിനകത്തുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-21 വാക്യങ്ങളിൽ ഈ അവസ്ഥയിലാണ് പൗലോസ് അത് പറഞ്ഞത്. അല്ലാതെ ശരീരം തിന്മയല്ല, ശരീരം തെറ്റല്ല. ശിശുക്കളുടെ ശരീരം പരിശുദ്ധവും നിഷ്കളങ്കവുമാണ്. കർത്താവ് യേശു ജഡത്തിലാണ് വന്നത്. പക്ഷേ ഗലാത്യലേഖനം 5:19-21 വരെ ജഡത്തിൻ്റെ പ്രവൃത്തികളോ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമ, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്ക, ജാരസംഘ, ക്രോധം, സാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറഞ്ഞു. ഈ പറഞ്ഞ പട്ടിക ഇതേപോലെയുള്ള മറ്റ് പട്ടികകൾ, ഇത് അന്നത്തെ കാലത്തുള്ളത്. ഇന്ന് അതിനേക്കാൾ കൂടുതൽ പട്ടികകൾ, പല കാര്യങ്ങൾ ഇനിയും ചേർക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം വ്യക്തമായി അതെല്ലാം ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 24-ാം വാക്യത്തിൽ എന്താ പറഞ്ഞത്? ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തിന് രാഗങ്ങളും മോഹങ്ങളുമുണ്ട്. അതിന് നമ്മൾ തീറ്റ കൊടുക്കരുത്. അത് നമ്മളെ തിരിഞ്ഞു കൊത്തും. അതുകൊണ്ട് ജഡം തെറ്റല്ല, പക്ഷേ ജഡത്തിൻ്റെ ഈ ഒരു സ്വഭാവം റോമലേഖനം 8:3 വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കാം. അവിടെ റോമലേഖനം 8:3 ഇങ്ങനെയാണ് അവിടെ അവതരിപ്പിച്ചത്: ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവത്തിൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. കർത്താവ് യേശു ജഡത്തിൽ തന്നെയാണ് വന്നത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. ജഡത്തിൽ തന്നെയാണ് ക്രിസ്തു വന്നത്. പാപത്തിന് ശിക്ഷ വിധിച്ചു. അപ്പോൾ ദൈവം എന്നെ വളരെ വ്യക്തമായിട്ട് നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ മർത്യ ശരീരം ഒരിക്കൽ പഴയ മനുഷ്യൻ്റേതായിരുന്നു.
എഫേസ്യർ 4:22 പറയുന്ന പോലെ ഇത് പഴയ മനുഷ്യൻ്റെ അവകാശമായിരുന്നു, പഴയ മർത്ത ശരീരം അവൻ പിടിച്ചടക്കി വെച്ചിരുന്നു. എഫേസ്യർ 4:22 മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് അതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ഇതിനോട് വ്യക്തമായി പറയും. അത് തന്നെ കൊലോസ് ലേഖനം 3:9 അവസാനമായിട്ട് കൊലോസ് ലേഖനം 3:9 ഇവിടെ വായിക്കാം. അവിടെ പറയുന്നു, നിങ്ങൾ പഴയ മനുഷ്യരുടെ പ്രവൃത്തികളിലൂടെ ഉരിഞ്ഞു കളഞ്ഞു. പഴയ മനുഷ്യൻ, ഈ മർത്യ ശരീരം, പാപശരീരം, പാപം വാഴുകയും കൈവശമാക്കുകയും ചെയ്ത, പാപം അടിമപ്പെടുത്തി വെച്ചിരുന്ന ഈ ശരീരം. കാരണം അന്ന് അനീതിക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത് ശരീരം മുഴുവൻ. വിഗ്രഹാരാധനയ്ക്കും അന്ധവിശ്വാസത്തിലും ദുരുപദേശത്തിലും കുടുങ്ങിക്കിടന്ന് കർത്താവ് യേശുവിനോട് ചേർന്നു, ക്രിസ്തുവിൻ്റെ ക്രൂസിനോട് ചേർന്നു, മരണമടക്ക ഉയർപ്പിനോട് നാം വീണ്ടെടുക്കപ്പെട്ടു. പുതിയൊരു ആത്മാവ് നമ്മുടെ ഉള്ളിൽ നൽകപ്പെട്ടു. ഇനി ഈ ശരീരം നീതിയുടെ ആയുധമായി സമർപ്പിക്കണം. അതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. നമ്മുടെ പാപം ഇനി നമ്മുടെ മർത്യ ശരീരത്തിൽ ഇനി വാഴരുത് എന്ന് ദൈവം ആവശ്യപ്പെടുന്നു. ഇപ്പോൾ റോമലേഖനം 6:12 ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിച്ച് മാറും. നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ മോഹങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പാപം വീണ്ടും നമ്മുടെ മേൽ വാഴുവാൻ ആഗ്രഹിക്കുന്നു. പാപം നമ്മുടെ വാഴുക എന്ന് പറഞ്ഞാൽ പിന്നെ പാപം തീരുമാനിക്കും, സാത്താൻ തീരുമാനിക്കും നമ്മൾ എന്ത് പറയണം, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എങ്ങോട്ട് പോകരുത്. സാത്താൻ്റെ നിയന്ത്രണത്തിലേക്ക് തിരിച്ചു വരും. ഒരിക്കൽ അവൻ്റെ കയ്യിലായിരുന്നു, അവിടെ നിന്നുള്ള കർത്താവ് നമ്മളെ വിടുവിച്ചത്. പക്ഷെ നമ്മൾ വീണ്ടും പോയി തലവെച്ച് കൊടുക്കും. അത് വരരുതെന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇനിയുള്ള ബാക്കി 12 മുതൽ 16 വരെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കുക. ഇത് വളരെ പ്രധാനമാണ്. വിശുദ്ധ ജീവിതം ജീവിക്കാൻ വെള്ള വസ്ത്രമല്ല വേണ്ടത്. ഹൃദയത്തിൽ ഈ തിരിച്ചറിവാണ്. നമ്മളെ തന്നെ സമർപ്പിക്കണം. നമ്മൾ ചിലത് അറിയണം. അത് വളരെ ആവശ്യമാണ്. നമ്മൾ നമ്മെ കാണുന്നത് എങ്ങനെയാണ്. വളരെ പ്രധാനമായി ഈ ചിന്തകൾ മനസ്സിൽ ധ്യാനിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത ദിവസം. താങ്ക് യു.